കേരളത്തിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഉത്സവമാണ്. ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരേ താളത്തിൽ ജനവിധി തേടുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നഗരസഭയുണ്ട്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1199 സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ 35 വാർഡുകളുള്ള മട്ടന്നൂർ നഗരസഭ ഈ ആഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണസമിതികളുടെയും കാലാവധി അവസാനിക്കുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുമ്പോൾ മട്ടന്നൂർ നഗരസഭയ്ക്ക് അടുത്ത 2 വർഷം കൂടി ഭരണസമിതിക്ക് കാലാവധിയുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് മട്ടന്നൂരിന് ഈ കൊമ്പ് ലഭിച്ചത്? ഈ പ്രത്യേകതയ്ക്ക് പിന്നിൽ ഒരു കേസിന്റെയും രാഷ്ട്രീയ പോരാട്ടത്തിന്റെയും നീണ്ട ചരിത്രമുണ്ട്. മട്ടന്നൂർ നഗരസഭയുടെ കേരളത്തിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് കലണ്ടറിന് കാരണം കേവലം ഭരണപരമായ ഒരു പിഴവല്ല, മറിച്ച് 1990കൾ മുതൽ നീണ്ട നിയമപ്രശ്നങ്ങളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും ഫലമാണ്. ഈ വ്യത്യസ്തതയുടെ തുടക്കം 1990ലാണ്. അന്ന് EK നായനാർ നേതൃത്വം നൽകിയ LDF സർക്കാരാണ് മട്ടന്നൂർ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയാക്കി ഉയർത്താൻ ആദ്യമായി തീരുമാനമെടുത്തത്. എന്നാൽ 1991 അധികാരത്തിൽ വന്ന K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ മുൻ സർക്കാരിന്റെ ഈ സുപ്രധാന തീരുമാനം റദ്ദ് ചെയ്തുകൊണ്ട് മട്ടന്നൂരിനെ വീണ്ടും പഞ്ചായത്താക്കി നിലനിർത്തി. ഈ രാഷ്ട്രീയ തീരുമാനത്തിനെതിരെ LDF കോടതിയെ സമീപിച്ചതോടെ മട്ടന്നൂരിന്റെ ഭരണപരമായ ഭാവി നിർണ്ണയിക്കാനുള്ള ഈ കേസ് വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമയുദ്ധമായി മാറി. ഈ നിയമപരമായ അനിശ്ചിതത്വം കാരണം മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചില്ല. ഒടുവിൽ 1996 CPM വീണ്ടും അധികാരത്തിൽ വന്നതോടെ LDF സർക്കാർ മട്ടന്നൂരിന് നഗരസഭാ പദവി വീണ്ടെടുത്തു നൽകി. നിയമപരവും ഭരണപരവുമായ തടസ്സങ്ങൾ നീങ്ങിയ ശേഷം 1997 മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ നിയമപരമായ തടസ്സങ്ങൾ നീങ്ങാനും ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കാനും എടുത്ത കാലതാമസമാണ് മട്ടന്നൂർ നഗരസഭയുടെ ഭരണസമിതിയുടെ കാലാവധി സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തീരാനുള്ള മുഖ്യ കാരണം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്. മട്ടന്നൂർ നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചക്രം സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തീർന്നത് 1997 ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മറ്റ് സ്ഥാപനങ്ങളെ പോലെ 2000 തെരഞ്ഞെടുപ്പ് നടത്താൻ മട്ടന്നൂരിന് കഴിയാതിരുന്നതിനാലാണ്. സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചക്രം 2000, 2005, 2010, 2015, 2020 എന്നിങ്ങനെ നിലനിർത്തിയപ്പോൾ 1997 ആരംഭിച്ച മട്ടന്നൂരിന്റെ തെരഞ്ഞെടുപ്പ് ചക്രം 1997, 2002, 2007, 2012, 2017, 2022 എന്നിങ്ങനെയാണ് തുടർന്നത്. ഈ വ്യത്യാസം കാരണം 2022 തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയ മട്ടന്നൂർ നഗരസഭാ ഭരണസമിതിക്ക് അവരുടെ 5 വർഷ കാലാവധി പൂർത്തിയാക്കി 2027 സെപ്റ്റംബർ മാസം വരെ അധികാരത്തിൽ തുടരാൻ അവകാശമുണ്ട്. അതിനാൽ 2025 കേരളം മുഴുവൻ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലവിലുള്ള ഭരണസമിതിയുടെ ഭരണഘടനാപരമായ കാലാവധി പൂർത്തിയാക്കാത്തതിനാൽ മട്ടന്നൂരിനെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടത് ഭരണഘടനാപരമായി തന്നെ അനിവാര്യവുമാണ്. നഗരസഭ രൂപം കൊണ്ടതു മുതൽ ഇന്ന് വരെ മട്ടന്നൂർ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. മട്ടന്നൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ നഗരസഭ ഒരു LDF കോട്ടയായി അറിയപ്പെടുന്നു. നടന്ന 6 തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. CPMന്റെ ശക്തി കേന്ദ്രമായി തുടരുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു ചെറിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. മട്ടന്നൂർ നഗരസഭയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രത്തിൽ വലിയ വെല്ലുവിളിയാണ് നേരിട്ടത്. മുൻപുണ്ടായിരുന്ന 28 സീറ്റുകളിൽ നിന്നും 7 സീറ്റുകൾ കുറഞ്ഞ് LDF നേടിയത് 21 സീറ്റുകൾ മാത്രമാണ്. ഈ സീറ്റ് നഷ്ടം ഒരു രാഷ്ട്രീയ കോട്ടയിൽ സംഭവിച്ചു എന്നതിനാൽ ഏറെ ശ്രദ്ധേയവുമാണ്. ഇതിന് വിപരീതമായി UDF ആകട്ടെ ശക്തമായ മുന്നേറ്റവും കാഴ്ചവെച്ചു. LDFന് സംഭവിച്ച ഈ കുറവ് UDFന് വലിയ നേട്ടമായി. UDF 14 സീറ്റുകൾ നേടി. നഗരസഭയിൽ തങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. മൊത്തം വാർഡുകളിലെ വോട്ട് വ്യത്യാസം കണക്കാക്കുമ്പോൾ 4000-ഓളം വോട്ടുകളുടെ മുൻതൂക്കം ഇപ്പോഴും LDFന് നിലനിർത്താൻ സാധിച്ചെങ്കിലും UDF നേടിയ 14 സീറ്റുകൾ മട്ടന്നൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു സുപ്രധാനമായ മാറ്റം കുറിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിനുള്ള സൂചന നൽകുകയും ചെയ്യുന്നു. മൊത്തം വോട്ടുകളുടെ കണക്കിൽ LDFന് ഇപ്പോഴും 4000-ഓളം വോട്ടുകളുടെ മുൻതൂക്കമുണ്ടെങ്കിലും UDF നേടിയ മുന്നേറ്റം മട്ടന്നൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമായ പോരാട്ടം ഇവിടെ പ്രതീക്ഷിക്കാം.
മട്ടന്നൂരിന്റെ പ്രാധാന്യം കേവലം രാഷ്ട്രീയപരമായോ നിയമപരമായോ ഉള്ള പ്രത്യേകതകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. മറിച്ച് ഈ നഗരസഭയെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും വികസന സാധ്യതകളുമാണ്. മട്ടന്നൂർ നഗരസഭയുടെ ഏറ്റവും വലിയ സവിശേഷത കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സാമീപ്യമാണ്. വിമാനത്താവളത്തിന്റെ വരവോടെ മട്ടന്നൂർ ഒരു പ്രധാന ഗതാഗത വാണിജ്യ കേന്ദ്രമായി അതിവേഗം വളരുകയാണ്. ഈ വികസന കുതിച്ചുചാട്ടം നഗരസഭയുടെ ഭരണപരവും സാമ്പത്തികവുമായ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. കൂടാതെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം നഗരസഭാ പദവി നിലനിർത്താൻ CPM കാണിച്ച രാഷ്ട്രീയ ഇച്ഛാശക്തി മട്ടന്നൂരിന്റെ വികസനത്തിൽ അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. വിമാനത്താവളത്തിന്റെ വരവോടെ ഈ നഗരസഭയുടെ പ്രാധാന്യം പല മടങ്ങ് വർദ്ധിക്കുകയും ഒരു പ്രധാന വ്യവസായ ഇടനാഴിയായി മാറുകയും ചെയ്തു. മട്ടന്നൂർ നഗരസഭയുടെ ചരിത്രം കേരളത്തിലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കൊരു പ്രധാന പാഠം നൽകുന്നുണ്ട്. ഭരണപരമായ തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായ ഇടപെടലുകളും തുടർന്നുണ്ടാകുന്ന നിയമ പോരാട്ടങ്ങളും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ഭരണസമിതിയുടെ നിലനിൽപ്പിനെയും ബാധിക്കുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഏകദേശം ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ മട്ടന്നൂരിന്റെ ഈ ഒറ്റപ്പെട്ട നിലനിൽപ്പ് ഒരു ഭരണപരമായ അസാധാരണത്വം ആയി മാറുന്നു. 2027 വരെ ഭരണസമിതിക്ക് കാലാവധിയുള്ള മട്ടന്നൂർ സംസ്ഥാനത്തെ മറ്റ് നഗരസഭകളുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഭൂപടത്തിൽ സ്വന്തമായി ഒരു ഇടം അടയാളപ്പെടുത്തുന്നു.